നമ്മോടൊപ്പം ഉള്ളത് കേരളത്തിൻ്റെ ആകെ വാത്സല്യവും സ്നേഹവും അതേപോലെ കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നിർണായകമായ ഒട്ടേറെ പങ്കുവഹിച്ച വ്യക്തിത്വം. കോൺഗ്രസ് രാഷ്ട്രീയത്തിലൂടെ ഇന്ത്യൻ പാർലമെൻറ്റിലും കേരള നിയമസഭയിലും MLA, MP, സംസ്ഥാന നിയമസഭയിൽ മന്ത്രി, കേന്ദ്രമന്ത്രി തുടങ്ങിയ വളരെ പ്രഗത്ഭമായ ഒട്ടേറെ പദവികൾ വഹിച്ച് കോൺഗ്രസിനൊപ്പമുള്ള യാത്രയിൽ നിന്ന് പതിയെ ഇടതുപക്ഷ നിലപാടുകളിലേക്ക് മാറുകയും CPM-നൊപ്പം സന്തത സഹചാരിയായി ഇന്നും പൊതുജനങ്ങളുടെ ഇടയിൽ അനിശ്ചിതനായ ഒരു നേതാവായി നിലകൊള്ളുന്ന കേരളത്തിൻ്റെ ആകെ തോമസ് മാഷ് എന്ന് ആദരപൂർവ്വം നമ്മൾ വിളിക്കുന്ന പ്രൊഫസർ KV തോമസാണ്. നമസ്കാരം. പുതിയ ഒരു മാറ്റം. രാഷ്ട്രീയത്തിൽ കരുണാകരനായിരുന്നു എല്ലാം. തീർച്ചയായിട്ടും ഇന്ന് ഞാൻ ലീഡറെ പ്രത്യേകിച്ച് ഓർക്കുന്ന ദിവസമാണ്. കാരണം ഇന്ത്യയുടെയും കേരളത്തിൻ്റെ അഭിമാനമായ ഒരു ജനപങ്കാളിത്തത്തോടുകൂടി മലയാളികളുടെ സ്വന്തം കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ട് 25 വർഷം തികയാണ്. കരുണാകരൻ ഇല്ലായിരുന്നെങ്കിൽ CIL ഇല്ല. അത് സംഭാവന ചെയ്ത ഒത്തിരി ആളുകളുണ്ട്. അത് പ്രായോഗികമായ തലത്തിൽ കൊണ്ടുവന്ന വിജയ കുര്യൻ ഉൾപ്പെടെയുള്ളവരെയാണ്. ആ പ്രോജക്റ്റുമായി ആദ്യം മുതലേ പങ്കാളിത്തം വഹിച്ച ഒരാളാണ്. പക്ഷേ ഞാൻ കരുണാകരൻ്റെ നിശ്ചയദാർഢ്യം, പ്രതിസന്ധികൾ നേരിടാനുള്ള കരുത്ത്, സത്യത്തിൽ പിണറായി വിജയനിലേക്ക് എന്നെ എത്തിച്ചത് അതേ കാഴ്ചപ്പാട് തന്നെയാണ്. ഞാൻ കരുണാകരൻ കഴിഞ്ഞാൽ മറ്റൊരു നേതാവിനെ തീരുമാനമെടുത്താൽ ഉറച്ചു നിൽക്കുന്ന, പ്രത്യേകിച്ച് വികസന കാര്യങ്ങളിൽ വ്യക്തമായ കാഴ്ചപ്പാടുള്ള, അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെ പോകുന്ന ഒരാളാണ് പിണറായി വിജയൻ. അപ്പം ആ പിണറായി വിജയനെ ഞാൻ കണ്ടെത്തുന്നത് കരുണാകരനിലൂടെയാണ്. ലീഡർ എന്ന് പറഞ്ഞാൽ ശക്തിമാനാണ്, പറഞ്ഞാൽ നടക്കും, വിശ്വസിക്കാവുന്ന ഒരാളാണ്. അപ്പോൾ ആ ലീഡറെയാണെന്ന് ഞാൻ രാവിലെ മുതൽ ഓർക്കുന്നത്. മാഷ് ലീഡറുടെ ഒരു രാഷ്ട്രീയത്തിലെ ആരോഗ്യപരമായ ഒരു പിന്നോട്ടുള്ള ഒരു നടപ്പ്, അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിൽക്കാൻ പറ്റാതെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറി നിന്ന നാള് തുടങ്ങിയാണോ സാറിന് ഈ കോൺഗ്രസിൽ നിന്ന് ഒരു അവഗണന നേരിട്ടതായിട്ട് ഫീൽ ചെയ്തത്? അവഗണനയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. അത് ആരാണ് ഉത്തരവാദി എന്ന് ചോദിച്ചാൽ പൊതുസമൂഹമാണ് തീരുമാനിക്കേണ്ടത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്നും പറയാറുണ്ട്, ഇന്നും പറയുന്നു, കോൺഗ്രസും കോൺഗ്രസിൻ്റെ കാഴ്ചപ്പാടുകളും എൻ്റെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടാണ്. ഞാനൊരു നെഹ്റുവിയൻ സോഷ്യലിസ്റ്റാണ്. ഇത് പറയുകയും മാത്രമല്ല, നെഹ്റുവിനെക്കുറിച്ച് ധാരാളം പഠിക്കുകയും പൊതുസമൂഹത്തിന് മുമ്പിൽ സെമിനാറുകൾ നടത്തുകയും എഴുതുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദേശീയ തലത്തിൽ, അന്തർദേശീയ തലത്തിൽ ഉള്ള നേതാവ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തന്നെയാണ്. അപ്പോൾ അവിടെ കരുണാകരൻ കോൺഗ്രസിൽ നിന്ന് മാറി ദേശീയ നേതൃത്വമായിട്ടും സംസ്ഥാന നേതൃത്വമായിട്ടുമുള്ള ഒരു അഭിപ്രായ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കോൺഗ്രസിൻ്റെ മറ്റൊരു ഗ്രൂപ്പുമായി കോൺഗ്രസിൽ നിന്ന് മാറി സഞ്ചരിച്ചൊരു കാലഘട്ടം ഉണ്ടായി. കരുണാകരൻ്റെ ഒരു വിശ്വസ്തൻ എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കം പേരാണ് എറണാകുളത്ത് അദ്ദേഹത്തിന് അത്രത്തോളം വിശ്വസ്തത ഉണ്ടായിരുന്ന, എണ്ണിയാൽ വെല്ലെണ്ണാവുന്ന നേതാക്കളായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനിയായിരുന്നു തോമസ് മാഷ്. പക്ഷേ തോമസ് മാഷിന് എതിരായിട്ട് ധാരാളം ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഇടതുപക്ഷത്തു നിന്നും മറ്റ് പ്രതിപക്ഷ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടായപ്പോൾ, ഉദാഹരണം ചാരക്കേസ് ഉൾപ്പെടെ. അപ്പോഴും അതിൽ ഉറച്ച നിലപാട് അങ്ങയോടൊപ്പം നിന്നൊരു വ്യക്തിയായിരുന്നു ശ്രീ കരുണാകരൻ. ഈ ചാരക്കേസിൽ തന്നെ, ഫ്രഞ്ച് ചാരക്കേസിൽ തന്നെ അതിന് പുറകിൽ നിന്നത് എൻ്റെ സഹപ്രവർത്തക കോൺഗ്രസ്സുകാരാണ്. അവരാണത് ഊതി വീർപ്പിച്ചത്. സ്വാഭാവികമായിട്ടും അടിക്കാനൊരു വടി കിട്ടുമ്പോൾ പ്രതിപക്ഷം നിൽക്കുന്നവർ, അന്ന് ഇടതുപക്ഷ മുന്നണിയാണ്, CPM ആണ്, അവരൊക്കെ അടിച്ചിട്ടുണ്ട്, ഇല്ല എന്ന് പറയില്ല. പക്ഷേ ആ അടി എന്നെ താഴെയിടാൻ വേണ്ടിയായിരുന്നില്ല, അവർക്ക് കിട്ടിയൊരു അവസരം പ്രചോദനപ്പെടുത്തി എന്നുള്ളതാണ്. പക്ഷേ എൻ്റെ തന്നെ സഹപ്രവർത്തകർ, എന്നോടൊപ്പം നിന്ന ആളുകളാണ് അതൊരു വലിയ കഥയാക്കി. പക്ഷെ അതുകൊണ്ട് തന്നെ ഞാൻ അന്നൊരു തീരുമാനമെടുത്തു, ആരോപണങ്ങൾ വരുമ്പോൾ ധീരമായി നേരിടണം. അന്ന് എന്നോടൊപ്പം നിന്നയാളല്ല ലീഡർ. ഇത് പറഞ്ഞ് KV തോമസ് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഉത്തരവാദിത്തമായിട്ട് എടുക്കുക, എന്നെ ശിക്ഷിച്ചോട്ടെ, മാഷ് നിരപരാധിയാണെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞു. ആ നിരപരാധിത്വം തെളിയിക്കുന്നതിന് വേണ്ടിയാണ് CBI അന്വേഷിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്.
ഒരു ആരോപണം വന്നപ്പോൾ ഒളിച്ചോടുകയല്ല. അന്ന് കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടമാണ് ഡൽഹിയിലും കേരളത്തിലും. ഞാൻ പറഞ്ഞു CBI അന്വേഷിക്കട്ടെ. SBIയുടെ സത്യസന്ധതയെക്കുറിച്ച് അന്ന് എല്ലാവർക്കും ഉറപ്പുണ്ടായിരുന്നു. അന്ന് മാർഗരറ്റ് ആൽവയാണ് ഹോം മിനിസ്റ്റർ, സ്റ്റേറ്റ് മിനിസ്റ്റർ, SBIയുടെ ചാർജുള്ള ഹോം മിനിസ്റ്റർ. അവർ ചോദിച്ചു, മാഷ ഇത് വേണോ? ഞാൻ പറഞ്ഞു നടത്തണം വേണം, അന്വേഷിക്കട്ടെ, എനിക്ക് സത്യസന്ധത പുറത്തു വരണം. അപ്പോൾ ഞാൻ ആ കാലഘട്ടത്തിൽ, അന്വേഷണ കാലഘട്ടത്തിൽ എല്ലാ ഉത്തരവാദിത്തവും മാറി വന്നു. ഞാൻ DC പ്രസിഡൻ്റായിരുന്നു, മാറി വന്നു. KPC ട്രഷറായിരുന്നു, മാറി വന്നു. വയനാർജി ആയിരുന്നു KPC പ്രസിഡൻറ്റ്, ഞാൻ ട്രഷറായിരുന്നു. ഒക്കെ മാറി നിന്നു. അത് വിധി വന്നു. ഞാൻ നിരപരാധിയാണെന്ന് വളരെ അസന്ദിഗ്ധമായ ഭാഷയിൽ ആണ് കോടതി വിധിച്ചത്. പ്രഥമ ദൃഷ്ട്യാ പോലും കേസില്ല എന്ന് വന്നൊരു വിധിയാണ്. ഇപ്പം ഞാൻ അതുപോലെ 3-4 കേസുകൾ എനിക്കെതിരായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പുറകിൽ നിന്നിട്ടുള്ളതെല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണ്, വേറെ ആരുമല്ല. ഇപ്പോൾ വരുമാനത്തേക്കാൾ കൂടുതൽ സ്വത്ത് എന്നൊരു കേസ് വന്നു. അങ്ങനെ ഒത്തിരി കേസുകൾ. അതെല്ലാം എനിക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു. പുറത്തുനിന്നുള്ള ആക്രമണത്തെക്കാൾ കൂടുതൽ അകത്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കൾ ആണ് പലപ്പോഴും എനിക്കെതിരായിട്ട് അവർ ആരോപണങ്ങൾ ഉന്നയിക്കുകയും പുറകിൽ നിന്ന് കുത്തുകയും ചെയ്യുന്നത്. പക്ഷെ അതിലൊന്നും ഞാൻ ഒരിക്കലും വീണിട്ടില്ല. മാഷ അങ്ങനെ ഉറച്ച് പറയുമ്പോഴും CK കരുണാകരൻ പുതിയ ഒരു രാഷ്ട്രീയ സമവാക്യം ഉണ്ടാക്കി നീങ്ങുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഏറ്റവും വിശ്വസ്തന്മാരിൽ ഒരാളെന്ന രീതിയിൽ അങ്ങ് അദ്ദേഹത്തോടൊപ്പം 2005 അദ്ദേഹത്തോടൊപ്പം പോകാൻ തയ്യാറായില്ല. അതിൻ്റേതായ കാരണങ്ങളുണ്ടായിരുന്നു. അത് ഞാൻ വ്യക്തമാക്കിയതാണ്. കാരണം എന്നെ 2001 എറണാകുളത്ത് നിന്ന് മത്സരിപ്പിക്കുന്ന ലീഡറാണ്, എന്നെ മന്ത്രിസഭയിലെടുക്കുന്ന ലീഡറാണ്. അന്ന് ഉമ്മൻചാണ്ടി വേണമോ ഞാൻ വേണമോ എന്ന ചോദ്യം വരുമ്പോൾ സ്വാഭാവികം ഞാൻ ഉമ്മൻചാണ്ടിൻ്റെ മുമ്പിലൊന്നുമല്ല. പക്ഷേ ലീഡർ എടുത്ത ഒരു സമീപനം കൊണ്ടാണ് ഞാൻ മന്ത്രിസഭയിൽ വരുന്നത്. അന്ന് ഏറ്റവും സിമ്പിളായ, ആർക്കും അങ്ങനെ വലിയ വാശിയില്ലാത്ത 2 വകുപ്പുകൾ, ഫിഷറീസും ടൂറിസവും. പിന്നീടാണ് ഫിഷറീസും ടൂറിസം എടുത്തത്. അതെടുത്ത് മുന്നോട്ട് പോയി. പക്ഷേ വളരെ വേഗത്തിൽ ടൂറിസത്തിന് പച്ചപിടിക്കാൻ കഴിഞ്ഞു. ഫിഷറീസിനും സൽപ്പേരുണ്ടായി. അങ്ങനെ മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിലാണ് ഒരഭിപ്രായ വ്യത്യാസം ലീഡറുമായിട്ട് എനിക്കുണ്ട്. അത് ഞാൻ ക്യാബിനറ്റിൽ ഇരുന്നത് കൊണ്ടാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാട്, ഞാൻ AK ആൻ്റണിയുടെ മന്ത്രിസഭയിലെ ഒരു അംഗമാണ്. ആ മന്ത്രിസഭയിൽ ഒരു അംഗമായിരുന്നു കൊണ്ട് ആൻ്റണിയെ പുറകിൽ നിർത്താൻ ഞാൻ തയ്യാറല്ല. ആയിടക്കാണ് വെടിവെപ്പ് നടന്നത്. ആ വെടിവെപ്പ് നടന്നപ്പോൾ ഞാൻ ഫിഷറീസ് മന്ത്രിയാണ്. അന്ന് ലീഡർ എടുത്ത സമീപനം അത് അത് ആൻ്റണി ഫേസ് ചെയ്തോട്ടെ, മാഷത്തിനാണ് ഫേസ് ചെയ്യണേ, അയാളുടെ ഹോം മിനിസ്റ്റർ. പക്ഷേ എൻ്റെ നിലപാടതായിരുന്നില്ല. ഞാൻ ഈ വെടിവെപ്പുണ്ടായി അന്ന് തന്നെ ഇവിടുന്ന് തിരുവനന്തപുരത്ത് പോയി അത് സെറ്റിൽ ചെയ്തു. സെറ്റിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് വിഷമമില്ല, മത്സ്യത്തൊഴിലാളികൾക്ക് വിഷമമില്ലാത്ത വിധത്തിൽ കൂടുതൽ പ്രതിസന്ധി ഉണ്ടാകാതെ, അല്ലെങ്കിൽ അവിടെ എത്ര വെടിവെപ്പുകൾ നടക്കും. അപ്പോൾ അങ്ങനെ പല പ്രശ്നങ്ങളും വരുമ്പോൾ ഞാൻ മുഖ്യമന്ത്രിയോടൊപ്പം നിന്നു. മാത്രമല്ല ചില സന്ദർഭത്തിൽ ലീഡറുടെ സമീപനത്തോട് എനിക്ക് യോജിപ്പുണ്ടായിരുന്നു. ഉദാഹരണമായിട്ട് അദ്ദേഹം പറഞ്ഞു, ആ കാലത്ത് അന്ന് അദ്ദേഹത്തോടൊപ്പമാണ് TM ജയിക്കുമ്പോൾ ഞങ്ങൾ കുറേ മന്ത്രിമാരുണ്ട്. ബുധനാഴ്ചയാണ് ക്യാബിനറ്റ്, ചൊവ്വാഴ്ച നമുക്കൊന്ന് ചൂണ്ട ഫയലുമായിട്ട് ലീഡർ വീട്ടിൽ. നമ്മൾ എന്തിനാണ് ലീഡറിൻ്റെ ആവശ്യം? അങ്ങേക്ക് എന്തെങ്കിലും ഒരു വിഷയത്തിൽ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാം. അതല്ലാതെ മന്ത്രിസഭ കൂടുന്ന തലേ ദിവസം എല്ലാവരും കൂടി അങ്ങയോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ കൂടിയിട്ട് ഈ ആൻ്റണിക്ക് ഒരു പാല വെക്കാൻ യാതൊരു ശരിയാണ്. മാത്രമല്ല മുരളിയാണ് KPC പ്രസിഡന്റ്. എൻ്റെ കാഴ്ചപ്പാടിൽ മുരളീധരനെ ഏറ്റവും കൂടുതൽ സഹായിയായി മാറിയ ഒരു രാഷ്ട്രീയ നേതാവാണ് ആൻ്റണി. ആൻ്റണി ചതിക്കില്ല, രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം, പക്ഷെ ആൻ്റണി ഒരിക്കലും ചതിക്കില്ല. അപ്പോൾ ഞാൻ ഇതിനോട് പറഞ്ഞു, അങ്ങയുടെ ലക്ഷ്യം എന്താ? മകനെ വളർത്തിയെടുക്കാൻ. ആ മുരളിയെ വളർത്തിയെടുക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം നമുക്കുള്ളത് ആൻ്റണി മുഖ്യമന്ത്രി എന്ന നിലയിലാണ്. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ചില തർക്കങ്ങളുണ്ടായി. അതിപ്പോൾ കോടതിയിലെ രാജ്യസഭയിലേക്ക് അയക്കാൻ ലീഗ് തീരുമാനിച്ചു. ആ സന്ദർഭത്തിൽ തെന്നല ബാലകൃഷ്ണ സാറിനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് കൊണ്ടുവരുന്നത്. അപ്പോൾ അത് സോണിയാഗാന്ധി എന്നോട് ചോദിച്ചു, ഞാൻ എന്താ തെറ്റ് ചെയ്യുന്നത്? അവിടെ കരുണാകരനും മുരളിക്കും കൂടി തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ സ്വാഭാവിക തീരുമാനം എടുക്കുന്നു. അത് ആര്? തെന്നല ബാലകൃഷ്ണപിള്ളയെ. ആരാ തെന്നല ബാലകൃഷ്ണ? ആ ഗവൺമെൻറ്റിൻ്റെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി KPC പ്രസിഡൻ്റായി വർക്ക് ചെയ്ത അദ്ദേഹം ഗവൺമെൻറ് വന്നപ്പോൾ മാറി കൊടുക്കേണ്ടി വന്നു. അങ്ങനെയുള്ള തെന്നല ബാലകൃഷ്ണപിള്ളയെ ഒരു സാധ്യത വന്നപ്പോൾ രാജ്യസഭയിലേക്ക് എടുത്തു. അതുകൊണ്ട് ആ അഭിപ്രായ വ്യത്യാസം ഞാൻ ലീഡറോട് പറഞ്ഞു. അന്ന് ഈ കരുണാകരൻ്റെ പുതിയ താവളത്തിലേക്ക് പോകാൻ എടുത്ത തീരുമാനത്തിനോടൊപ്പം പത്മജിയും പോയില്ല. ഭാഷയെടുത്ത നിലപാടിനോടൊപ്പം പത്മജി ഉറച്ചു ഇല്ല. ആ പത്മജ ഇന്ന് BJP പാളയത്തിലാണ്.
മാഷ് അതിനെ എങ്ങനെ നോക്കിക്കാണും? വ്യക്തിപരമല്ലേ, രാഷ്ട്രീയം എപ്പോഴും ഇങ്ങനെ മറിഞ്ഞു വരും. നമുക്കത് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. കെ.കരുണാകരൻ്റെ മകളാണ്. അതെ, അത് കരുണാകരൻ്റെ മകളായതുകൊണ്ട് തന്നെ രാഷ്ട്രീയ തീരുമാനം എടുക്കാനുള്ള കഴിവ് പത്മജയ്ക്കുണ്ട്. ഞാൻ പത്മജയോടൊപ്പം എത്രയും നാൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ടൂറിസം മന്ത്രിയായപ്പോൾ KTDCയുടെ ചെയർപേഴ്സണാണ് പത്മജ. ഒത്തിരി ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്. വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു സ്ത്രീയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഇളയ സഹോദരിയോ അതുപോലൊരു ബന്ധം എനിക്ക് പത്മജയോടുണ്ട്. പത്മജ മിടുക്കത്തിയാണ്. അപ്പോൾ പത്മജ രാഷ്ട്രീയ തീരുമാനമെടുത്തു. ആ രാഷ്ട്രീയ തീരുമാനത്തെ ശരിയോ തെറ്റോ എന്ന കാലമാണ് തെളിയിക്കേണ്ടത്. തീർച്ചയായിട്ടും. ഈ 2009 മാഷ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് അതിനു വേണ്ടിയിട്ട് പരിശ്രമം, സീറ്റ് വിഭജനമൊക്കെ നടക്കുന്ന സമയത്ത് മാഷിനെ ആ സീറ്റ് തരില്ല എന്നൊരു നിലപാട് എടുത്തതായിട്ട് ചില ചർച്ചകളൊക്കെ സജീവമായിട്ട് വന്നിരുന്നു. മാഷ് പാർലമെൻറ്റ് മത്സരിക്കേണ്ട എന്നൊരു നിലപാടൊക്കെ എടുത്ത് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ സോണിയാഗാന്ധി പോലും അതിനെ വിമുഖത കാണിച്ചു എന്നാണ് കേട്ടത്. മാഷിന് സീറ്റ് തരുന്ന കാര്യത്തിൽ സോണിയാഗാന്ധി പോലും സീറ്റ് മാഷിനെ കൊടുക്കാൻ എന്നൊരു നിലപാട് എടുത്തതായിട്ട് ചില വാർത്തകൾ. അല്ല, അതല്ല അന്നത്തെ വാർത്ത, അതല്ല. അന്ന് ആര് മത്സരിക്കണം? അപ്പോൾ ഹൈബ്രിഡിന് അനുകൂലമായിട്ട് ഉമ്മൻചാണ്ടിയും രമേശും അന്നത്തെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ സമീപനം എടുത്തു. പക്ഷേ സോണിയാഗാന്ധിക്ക് എന്നെ അവിടെ വേണം എന്നൊരു തോന്നൽ എനിക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ രമേശിനോടും ഉമ്മൻചാണ്ടിയും നിങ്ങളൊന്ന് മാഡത്തിനോട് സംസാരിക്കണം, എന്താ മാഡത്തിൻ്റെ മനസ്സ്? അവസാനം സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി കൂടിയപ്പോൾ അവിടെ വന്ന പേരും ഹൈബ്രിഡ് തന്നെയാണ്. പക്ഷെ മാഡം പറഞ്ഞു പറ്റില്ല, അയാൾ NSU പ്രസിഡൻ്റാണ്. അയാൾ NSU പ്രസിഡൻ്റായിട്ട് അയാൾ തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ ചോദിച്ചതാ, തനിക്കെന്താ വേണ്ടേ? താൻ പാർലമെൻ്ററി ലൈഫിലേക്ക് വരുന്നോ പാർട്ടി ലൈഫിലേക്ക് വരുന്നു? ഇതാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോഴാണ് എന്നെ തിരഞ്ഞെടുക്കുന്നത്. അന്ന് എന്നോട് മത്സരിക്കേണ്ട എന്ന് പറഞ്ഞത് ഉമ്മൻചാണ്ടിയാണ്. പക്ഷെ ആൻ്റണിയാണ് പറഞ്ഞത് തീരുമാനമെടുത്തത് കോൺഗ്രസ് പ്രസിഡൻ്റാണ്. മാഷ് അംഗീകരിച്ച് ധൈര്യപൂർവ്വം മുന്നോട്ട് പോവുക. അത് എൻ്റെ വിജയത്തിന് വേണ്ടി എറണാകുളത്ത് താമസിച്ചാണ് ആൻ്റണി പ്രവർത്തിച്ച തിരഞ്ഞെടുപ്പ് കാലത്ത്. നമ്മുടെ എറണാകുളം ജില്ലയിലെ കോൺഗ്രസിനകത്ത് വലിയ ഒരു കോക്കസാണ് കോൺഗ്രസിനെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് പറയുന്നത്. ആ കോക്കസ് തീരുമാനിക്കുന്നു ആര് വരണം, ആര് മുന്നോട്ട് പോകണം. അപ്പോൾ സീറ്റ് വിഭജനം തുടങ്ങി എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് തുടങ്ങി പാർലമെൻറ്റ് വരെയുള്ള സീറ്റ് വിഭജന കാര്യത്തിൽ കുറച്ച് വിഭാഗം ആളുകളുടെ ഒരു കൈകടത്തൽ പല നേതാക്കളെയും കോൺഗ്രസിൽ നിന്ന് അകറ്റി എന്നൊരു ആക്ഷേപവും ആരോപണവും നിലനിൽക്കുന്നുണ്ട്. മാഷിന് അതിനെക്കുറിച്ച് എന്തെങ്കിലും? ഞാൻ 1984 MP ആകുന്നത്. അന്ന് എനിക്ക് 38 വയസ്സാണ്. അന്ന് DCC ജനറൽ സെക്രട്ടറിയാണ് ഞാൻ. തങ്കച്ചൻ പ്രസിഡൻ്റാണ്. അതിന് മുസ്തഫയാണ് പ്രസിഡൻ്റായിരുന്നത്. മുസ്തഫയുടെ കാലത്ത് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വരുന്നു. അന്ന് 84 ഞാൻ MP ആയിട്ട് ഡൽഹി പോകുമ്പോൾ ലീഡറിനോട് പറഞ്ഞു തന്നെ ഡൽഹിക്ക് അയച്ചത് അവിടെ മാത്രം നിൽക്കാനല്ല, ഇവിടെ കോൺഗ്രസ് ശക്തി പകരണം. അന്ന് 14 അസംബ്ലി സീറ്റുള്ളതിൽ കോൺഗ്രസിന് 3 ഉള്ളൂ, UDFന് ബാക്കിയെല്ലാം LDFിൻ്റെ കയ്യിലാണ്. അപ്പോൾ ഞാൻ 84 DC പ്രസിഡൻ്റായി. MP ആയിക്കഴിഞ്ഞ് 85 ഡിസംബർ ആയപ്പോൾ ഞാൻ DC പ്രസിഡൻ്റായി. ഞാൻ അങ്ങനെ 16 വർഷക്കാലം DC പ്രസിഡൻ്റായിരുന്നു. ഞാനെടുത്ത സമീപനം, ഞാൻ ലീഡറാണ് എന്നെ DC പ്രസിഡൻ്റ് ആക്കിയതെങ്കിലും ഞാനൊരു I ഗ്രൂപ്പുകാരൻ മാത്രമായിരുന്നില്ല. ഞാൻ A ഗ്രൂപ്പിനെ കൂടെ നിർത്തി. എനിക്കൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയില്ല. എല്ലാവർക്കും എറണാകുളത്താണ് പ്രധാനപ്പെട്ട മീറ്റിംഗ് എല്ലാം നടക്കുന്നത്. കോൺഗ്രസിൻ്റെ സമ്മേളനമാണെങ്കിലും KPC പ്രസിഡന്റ് വരുന്ന പരിപാടിയാണെങ്കിലും AICC പ്രസിഡന്റ് വരുന്ന പരിപാടിയാണ്. ഏത് പരിപാടിയും നടക്കുന്ന എറണാകുളത്താണ്. അത് നടത്തുക അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ ആ വെല്ലുവിളി സ്വീകരിച്ച് ലീഡറുടെ സഹായമുണ്ട്, യാതൊരു സംശയ കാര്യത്തിലില്ല. ഇന്ന് മുന്നോട്ട് പോയപ്പോൾ ഒരു സന്ദർഭത്തിലും എൻ്റെ ഗ്രൂപ്പ് ഉണ്ടാക്കാനോ കരുണാകരൻ്റെ ഗ്രൂപ്പ് ശക്തിപ്പെടുത്താനോ ഒന്നും ഞാൻ ചെയ്തിട്ട് എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് അതിൻ്റെ ഗുണഫലം കിട്ടി. ഞാൻ 2001 മത്സരിച്ച് സംസ്ഥാന മന്ത്രിസഭയിൽ അംഗമാകുമ്പോൾ 13 സീറ്റ് ജയിച്ചു. തോറ്റുപോയത് പെരുമ്പാവൂർ മാത്രമാണ്. അതുപോലെ ഇവിടുത്തെ 3 പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസികൾ പിടിച്ചെടുക്കാൻ കഴിഞ്ഞു. അതൊരു ചെറിയ കാര്യമല്ലല്ലോ. പിന്നെ എൻ്റെ കാലത്ത് ഞാൻ ഗ്രൂപ്പ് കളിച്ചു കോൺഗ്രസിനെ ബലഹീനമാക്കിയെന്ന് ആരും പറയില്ല, ആർക്കും പറയാൻ പറ്റില്ല. ഞാൻ എല്ലാവരും കൂടെ മാഷിന് ആ ഒരു കാര്യത്തിൽ ആ ഒരു ഇമേജ് നിലനിർത്തി പോന്നിട്ടുണ്ട്. ഓക്കെ മാഷെ, അതിനിടയ്ക്ക് ഇപ്പോൾ മാഷ് രാഷ്ട്രീയപരമായി മറിച്ചൊരു തീരുമാനമെടുത്ത് ഇടതുപക്ഷ സന്തത സഹചാരിയായി നീങ്ങിയപ്പോൾ കോൺഗ്രസിനകത്തുനിന്ന് ഒരു ആക്ഷേപം ഉയർന്നത് മാഷ് താഴെത്തട്ടിൽ കോൺഗ്രസ് പ്രവർത്തനമായിട്ട് വന്ന ഒരാളല്ല, മാഷ് സഭയുടെ ആളായിട്ടാണ് ഇവിടെ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കപ്പെടുകയായിരുന്നു. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് കിട്ടിയ സ്ഥാനമാനങ്ങളാണ് എന്ന് പറയുന്നത് എൻ്റെ രാഷ്ട്രീയം അറിയാത്തവരാ. ഞാൻ 1970
കുമ്പളങ്ങി 7-ാം വാർഡ് പ്രസിഡൻ്റായതാണ്. അന്ന് ഞാൻ മത്സരിച്ച് വന്ന ഒരാളാണ്. മാത്രമല്ല 72-ൽ INTUസിൻ്റെ ഓർഗനൈസിങ് സെക്രട്ടറി ആയി. അന്ന് സ്റ്റീഫൻ സാറിൻ്റെ ഓഫീസ് എറണാകുളത്ത് KPC ജംഗ്ഷനിലാണ്. VP മരക്കാരാണ് ജനറൽ സെക്രട്ടറി. GS ദാരാസിംഗാണ് ഈ ബെൽറ്റിലെ നേതാവ്, കൊച്ചിൻ പോർട്ട്. KR വിജയനാണ് ജില്ലാ പ്രസിഡൻറ്റ്. ആ കാലഘട്ടത്തിൽ INTUസിൽ വർക്ക് ചെയ്തു. എറണാകുളത്ത് നടന്ന INTUS എല്ലാ സമ്മേളനങ്ങളിലും ഒരു വലിയ ചുക്കാരി എനിക്ക് പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ബന്ധമാണ്. ഇപ്പോൾ ഞാൻ 1982-ൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബോർഡ് മെമ്പറായി CL ആനന്ദിനോടൊപ്പം. അത് സ്റ്റീഫൻ സാർ നൽകിയ അംഗീകാരമാണ്. അപ്പോൾ എനിക്ക് ഞാൻ വർക്ക് ചെയ്ത അതുപോലെ യൂത്ത് കോൺഗ്രസിൻ്റെ പള്ളുരുത്തി ബ്ലോക്കിൻ്റെ ആക്ടിംഗ് പ്രസിഡൻ്റായി. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അറക്കലെ DC പ്രസിഡൻ്റാകുന്ന കാലത്ത് എന്നെ ജനറൽ സെക്രട്ടറി ആക്കി. തങ്കച്ചൻ DC പ്രസിഡൻ്റായപ്പോൾ എന്നെ ജനറൽ സെക്രട്ടറി ആക്കി. അപ്പം ഞാൻ ഈ രംഗത്ത് താഴെത്തട്ടിൽ നിന്ന് വർക്ക് ചെയ്തു വന്ന ഒരാളാണ്. തീർച്ചയായിട്ടും മാഷിനെ സംബന്ധിച്ച് ഇപ്പോൾ കേരളത്തിൽ വളരെ അപൂർവ നേതാക്കൾക്ക് മാത്രം കിട്ടിയിട്ടുള്ള ഒരു അംഗീകാരമാണ് നമ്മുടെ ഹൈക്കമാൻഡ്. അത് ആരിരുന്നാലും ഇപ്പോൾ സോണിയാഗാന്ധി വന്നപ്പോഴൊക്കെ സോണിയാഗാന്ധി ഹൈക്കമാൻഡ് തലപ്പത്ത് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഏത് സമയത്തും കടന്നു കയറി ചെല്ലാൻ പറ്റുന്ന, അവിടേക്ക് കടന്നു ചെല്ലാൻ പറ്റുന്ന ഒരു സ്വാതന്ത്ര്യവും ഒക്കെ അവിടെ അങ്ങേക്കുണ്ടായിരുന്നു. അങ്ങ് പാർട്ടിയിൽ നിന്ന് മാറി ഇടതുപക്ഷ ലൈൻ സ്വീകരിച്ച സമയത്ത് അങ്ങ് തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞു, പല പ്രാവശ്യം എൻ്റെ പ്രയാസങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഞാനവിടെ ചെന്നിട്ട് അത് കേൾക്കാൻ തയ്യാറായില്ല. അത്രയും ഒരു വിഷമം ഉണ്ടാകാൻ. അല്ല, സോണിയാഗാന്ധിയോട് അന്നും ഇന്നും പരിഭവങ്ങളില്ല. എൻ്റെ പരിഭവവും ദുഃഖവും രാഹുൽ ഗാന്ധിയോടാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 84 മുതൽ തുടർച്ചയായി ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണ്. എന്നെ ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റിയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷ്യസുരക്ഷാ നിയമം കൊണ്ടുവരില്ല 2009-ൽ. അന്ന് ആ ഭക്ഷ്യസുരക്ഷാ നിയമം കൊണ്ടുവരാൻ കഴിയൂ എന്ന് ക്യാബിനറ്റിൽ പോലും തർക്കമുണ്ടായിരുന്നു. അന്ന് എന്നോടൊപ്പം തന്നെ സോണിയാഗാന്ധിയാണ്. ആ ബില്ല് 16 മണിക്കൂർ നീണ്ടു നിന്ന ചർച്ച, അത് ലോക്സഭയിലും രാജ്യസഭയിലും നടന്നപ്പോൾ രാജ്യസഭയിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത സന്ദർഭത്തിൽ ആദ്യം പ്രസംഗിച്ചത് സോണിയാഗാന്ധിയാണ്. നല്ല പനിയുണ്ടായിരുന്നു അന്ന് മാഡത്തിന്. പ്രസംഗിച്ചിട്ട് നേരെ ആശുപത്രിയിലേക്കാണ് പോയത്. അങ്ങനെയുള്ള ആ ബില്ല് പാസ്സാക്കിയെന്ന് മാത്രം നടപ്പിലാക്കി ഇന്നും ഏറ്റവും നന്നായി മനോഹരമായി അതിനെ സഹായിക്കാനുള്ളത് സ്വാമിനാഥനാണ്. ആ ബില്ല് പാസ്സാക്കിയതിന് ശേഷം ഞാനും സ്വാമിനാഥനും കൂടിയാണ് റോമിൽ പോകുന്നതും FAO കൺവെൻഷനിൽ പങ്കെടുക്കുന്നതും തുടർന്ന് മാർപ്പാപ്പയെ കണ്ട് ഈ ബില്ലിൻ്റെ ഒരു കോപ്പി കൊടുക്കുന്നതും. അങ്ങനെ എന്നെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ സത്യസന്ധതയോടുകൂടി എനിക്ക് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഞാൻ 3 ടൈം PAC മെമ്പറായ ആളാണ്. അന്ന് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാണ്. PAC മെമ്പർ എന്ന നിലയിലാണ് നോട്ട് റദ്ദാക്കിയപ്പോൾ അതിനെതിരായ ശബ്ദമുയർത്തു. ഗവൺമെൻറ്റിൻ്റെ റവന്യൂ കളക്ട് ചെയ്യുന്നതിനുണ്ടായ GST നിയമങ്ങളിൽ വന്ന അപാകതകൾ ചൂണ്ടിക്കാണിച്ചു. ഇതെല്ലാം ശക്തമായി ചൂണ്ടിക്കാണിക്കുമ്പോഴും ഒരു നല്ല ബന്ധം എനിക്ക് മോദിയോട് സ്ഥാപിക്കാൻ കഴിഞ്ഞു. കാരണം 2001-ൽ ഞാൻ കേരളത്തിൽ ഫിഷറീസ് മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹം ഗുജറാത്തിലെ മുഖ്യമന്ത്രിയാണ്. ഇവിടെ 1000കണക്കിന് സ്ത്രീകളാണ്, മലയാളി സ്ത്രീകളാണ് ഗുജറാത്തിൽ പീലിംഗ് ഷെഡിൽ പോകുന്നത്. അവർക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹം ബന്ധപ്പെടും, പരിഹരിക്കും. പിന്നീട് ഞാൻ ഭക്ഷ്യമന്ത്രിയായപ്പോൾ, സ്വതന്ത്രമായ ഭക്ഷ്യമന്ത്രിയായപ്പോൾ അദ്ദേഹമാണ് ഭക്ഷ്യധാന്യങ്ങളുടെ വില നിർണ്ണയിക്കുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ. ഞാൻ മെമ്പറാണ്. ഞങ്ങളൊന്നിച്ച് വർക്ക് ചെയ്തു. അദ്ദേഹം പ്രധാനമന്ത്രിയായപ്പോൾ ഞാൻ PAC ചെയർമാനായി 3 ടൈം. ഇതൊക്കെ ബന്ധങ്ങളാണ്. അതിൻ്റെ അർത്ഥം ഞാൻ BJP-കാരനായൊന്നല്ല. അല്ലല്ലോ, ഞാൻ എനിക്ക് എൻ്റെതായ കാഴ്ചപ്പാടുകൾ. ഇപ്പോഴും ഞാൻ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗമല്ല. ഒരു സന്ദർഭത്തിലേക്ക് കമ്മ്യൂണിസ്റ്റുമായിട്ട് ചേരാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അന്നത്തെ ഒരു സാഹചര്യം മെമ്പർഷിപ്പില്ല. ഇല്ല, മെമ്പർഷിപ്പില്ല. കോൺഗ്രസിൽ എനിക്കിപ്പോഴും മെമ്പർഷിപ്പുണ്ട് താനും. പക്ഷെ എങ്ങനെ വന്നു? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ദേശീയ സമ്മേളനം നടക്കുന്നു. ആ ദേശീയ സമ്മേളനത്തിൽ സ്റ്റാലിനെയും ശശി തരൂരെയും എന്നെയും അവിടെ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ്, ഫെഡറൽ സ്ട്രക്ചറിനെ കുറിച്ച് ഉള്ളൊരു സെമിനാറിൽ പങ്കെടുക്കാൻ വിളിച്ചു. ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തു. ഇത് കഴിഞ്ഞാണ് നമ്മുടെ ഇവിടുത്തെ നേതാക്കന്മാർ പറഞ്ഞാൽ പോകാൻ പറ്റില്ല. അപ്പം ഞാൻ 2 ചോദ്യങ്ങൾ ചോദിച്ചു. എന്നെയും ശശി തരൂരിനെ വിളിക്കുന്നതിന് പകരം നിങ്ങളെ ആരെങ്കിലും വിളിച്ചിരുന്നെങ്കിലോ, KC വേണുഗോപാലിനെ, സുധാകരനെ വിളിച്ചെങ്കിൽ ഇവർ പോവില്ലേ? ഇതിന് മുമ്പ് പോയിട്ടില്ല ഇവരില്ല, ഇതിന് ശേഷം പോയിട്ടില്ല. എന്നെ ഇതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തിയ ആളുകൾ മനസ്സിലാക്കണം. പിന്നെ വിഷ്ണു പോയാൽ ആലുവയിൽ, ആലപ്പുഴയിൽ രമേശ് ചെന്നിത്തല പോയിട്ടുണ്ട്.
അപ്പോൾ അന്ന് ഈ കണ്ണൂർ ഞാൻ പോകരുത് എന്ന ഒരു തീരുമാനമെടുത്തപ്പോൾ എനിക്കതൊരു അഭിപ്രായം. എന്നിട്ട് പോലും ഞാൻ പറഞ്ഞു വേണ്ട പോകണ്ട, ഞാൻ വിളിച്ച് യെച്ചൂരി ഞാൻ പഠിച്ചു പറഞ്ഞു ഞാൻ യെച്ചൂരി നിൽക്കാമെന്ന്. അപ്പോഴെന്തായിരുന്നു, എല്ലാ ദിവസവും പോയ കാല് വെട്ടിക്കളയും തല വെട്ടിക്കളയും ഒരു ഭീഷണിയുടെ ശബ്ദമായി. അപ്പോൾ ഞാൻ പോകാത്തത് ഇവരുടെ ഭീഷണിയുടെ മുമ്പിൽ ഭയപ്പെട്ടിട്ടാണ് എന്ന രീതിയിലുള്ള ഒരു സമീപനം വന്നപ്പോൾ എനിക്ക് അതിനോട് യോജിപ്പിച്ചു. അതോടൊപ്പം തന്നെ മറ്റു പ്രശ്നങ്ങളുണ്ടായി. ഞാൻ യെച്ചൂരിയെ കാണാൻ പോയി. യെച്ചൂരി ഞാൻ MABക്ക് ഞങ്ങൾ പഴയ സുഹൃത്തുക്കളാണ്. ഒന്നിച്ചിരുന്ന് പാർലമെൻറ്റിൽ ഭക്ഷണം കഴിക്കും. എൻ്റെ വീട്ടിൽ ഇവർ രണ്ടുപേരും പോയി ഞാൻ പോകാറുണ്ട്. അപ്പോൾ യെച്ചൂരിയുടെ മകൻ കോവിഡിനെ തുടർന്ന് മരിച്ചതിനെ തുടർന്ന് ഞാൻ അദ്ദേഹത്തെ കണ്ടൊരു അനുശോചനം അറിയിക്കാൻ അതിനാണ് പോകുന്നത് AK സെൻറ്ററിൽ. എന്തോ ഒരു ബഹളമായിരുന്നു. ഇതെല്ലാം കൂടെ അതപ്പോൾ എന്ന് എനിക്ക് തോന്നിയത് അങ്ങനെ പേടിച്ചിട്ട് എന്താ കാര്യം. പക്ഷെ ഒരു സന്ദർഭത്തിലും എന്നോട് CPMൽ ചേരാൻ പറഞ്ഞിട്ടില്ല. ഒരു സന്ദർഭത്തിൽ ഇന്നും ഞാൻ വർക്ക് ചെയ്യുന്നത് സംസ്ഥാനത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ സംസ്ഥാനത്തിൻ്റെ കാര്യങ്ങൾ ഡൽഹിയിൽ അവതരിപ്പിക്കാനും അതിന് പരിഹാരം ഉണ്ടാക്കുവാനുമാണ്. മാഷിനെ 10th ജൻപതിൽ നിന്ന് അകറ്റിയതിനകത്ത് KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ഒരു കോക്കസിൻ്റെ ഇടപെടലുണ്ടെന്ന് അന്ന് ചില വാർത്തകൾ പ്രചരിച്ചിരുന്നു. ഞാൻ അതിലേക്കൊരു കമൻറ്റ് കൊടുക്കുന്നില്ല. അന്നും ഇന്നും ഞാൻ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ആദരവ് കാണിക്കുകയും ചെയ്യുന്നൊരു കുടുംബമാണ് നെഹ്റു കുടുംബം, പ്രത്യേകിച്ച് സോണിയാഗാന്ധി. എനിക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ രാഹുലിനോടുണ്ടാകാൻ അതിൻ്റെതായ കാര്യങ്ങളുണ്ടായിരുന്നു. രാഹുലിനെ തെറ്റിദ്ധരിപ്പിച്ചു കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ എന്നുമില്ല. എനിക്ക് എൻ്റെ ഒരു നിലപാട് രാഹുൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായിരുന്നു. ഇപ്പോൾ 2004 ഗവൺമെൻറ്, 2009 ഗവൺമെൻറ്, അന്ന് അദ്ദേഹം എന്തെങ്കിലും ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതായിരുന്നില്ലേ? പിന്നീട് പ്രതിപക്ഷത്ത് വന്ന പ്രതിപക്ഷ നേതാവാകാമായിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹം അത്തരം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാതെ ഒരു ഇറസ്പോൺസിബിളായിട്ട് പോകുന്നു എന്ന തോന്നലിനെ പോലുള്ളവർക്കുണ്ടായി. മറ്റു പല ഒത്തിരി സംഭവങ്ങളുണ്ടായിരുന്നു. അപ്പം അങ്ങനെയല്ല രാഹുൽ പോകേണ്ടത് എന്നല്ല എന്നെപ്പോലുള്ളവരുടെ ഒരു സമീപനം. നമ്മുടെ തന്നെ ചില സുഹൃത്തുക്കൾ ഞാനെന്തോ രാഹുലിനെതിരാണ്, ഒരിക്കലും എതിരല്ല. ഞാൻ എൻ്റെ മൂത്ത മകൻ്റെ അതേ പ്രായത്തിൽ കാണുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് സ്നേഹവും ബഹുമാനവും. പക്ഷേ ചില കാര്യങ്ങൾ പറഞ്ഞാൽ ഞാൻ മറ്റു ചില കുറ്റങ്ങൾ പറയാമെന്ന് ശരിയല്ലാത്തതുകൊണ്ട് പറയുന്നില്ല. പക്ഷേ ഒരു പക്വത കേരളത്തിൽ നിന്നുള്ള നേതാക്കളായിരുന്നു നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. സ്വാഭാവികവും അതിപ്പോൾ എനിക്ക് 2019 സീറ്റ് നിഷേധിക്കുമ്പോൾ ഞാൻ ഇവരോടൊക്കെ ചോദിച്ചല്ലോ എന്താ സ്ഥിതി. അല്ല, മാഷില്ലാതെ ആളില്ല എന്ന് പറഞ്ഞ ആളുകളാണ് ഒന്നിച്ച് നിന്ന് ഒറ്റക്കെട്ടായി മാഷ് വന്നാൽ തോറ്റു. അപ്പോൾ P രാജീവ് പിന്നെ LDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്, അങ്ങനെ ഒരു പ്രചരണം തന്നെ. അതിനുശേഷം ഞാൻ വർക്ക് ചെയ്തു. പിന്നീട് വന്ന ബൈ-ഇലക്ഷനിൽ എനിക്ക് അരൂരിൻ്റെ ചാർജാണ്. ഒരു കാലത്തും ജയിക്കാത്ത അരൂര് ഞാനും PT തോമസും കൂടിയാണ് വർക്ക് ചെയ്തത്. ഞാൻ PT സെലക്ട് ചെയ്ത് PT കൂടി വേണം. അപ്പോൾ പാർട്ടി ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്വങ്ങളും ഞാൻ നടപ്പിലാക്കിയിട്ടുണ്ട്. ഞാൻ ചുമ്മാ കയറി വന്നതൊന്നുമല്ല. ഇവിടെ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഞാൻ DC പ്രസിഡൻ്റായിരുന്ന കാലഘട്ടം മുതൽ ഇവിടെ നടത്തിയ എല്ലാ സമ്മേളനങ്ങളും, 1-2 സമ്മേളനങ്ങളിലല്ല, രാജീവ് ഗാന്ധി പ്രതിപക്ഷ നേതാവായിട്ട് വരുന്നു. അദ്ദേഹം തിരുവനന്തപുരത്ത് ഇറങ്ങുന്നു. അദ്ദേഹം വരുന്നവരെ മണിക്കൂറുകൾ TH പുസ്തകം പ്രസംഗിക്കുന്നു മറൈൻ ഡ്രൈവിൽ. അത്തരം സമ്മേളനങ്ങളിലൊക്കെ അതിൻ്റെ എല്ലാ ബാധ്യതകളും ഏറ്റെടുത്താണ് മുന്നോട്ട് പോയിട്ടുള്ളത്. തീർച്ചയായിട്ടും മാഷിൻ്റെ ഒരു ജീവിതം താഴെത്തട്ടിൽ നിന്നുള്ള കോൺഗ്രസ് അല്ലെന്ന് ആക്ഷേപിക്കുമ്പോഴും ഒട്ടേറെ പരമപ്രധാനമായ ചുമതലകളിലേക്ക് എത്തുകയും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ചരിത്രത്തിൻ്റെ തങ്കലിപികളാൽ എഴുതി ചേർക്കേണ്ട ഒരു നിയമമാണ് ഭക്ഷ്യസുരക്ഷ. ആ നിയമത്തിന് വരെ ചുക്കാൻ പിടിക്കുകയും പാർലമെൻറ്റിൽ എന്നും മാഷിൻ്റെ സാന്നിധ്യം ഒരു പാർലമെൻറ്റേറിയൻ എന്ന നിലയിൽ രാജ്യം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം. ഇപ്പോൾ നരേന്ദ്രമോദി പോലുള്ള ആൾ തന്നെ വ്യക്തിപരമായി വലിയ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിത്വമുടമേ. ഇപ്പോൾ നരേന്ദ്രമോദി എന്നല്ല, മുൻപുണ്ടായിരുന്ന പ്രധാനമന്ത്രിമാരായിരുന്നാലും മാഷ് ഇവിടെ ഉള്ള സമയത്ത് അതൊക്കെ നടന്നു പോയിട്ടുണ്ട്. ഈ പരമ്പരാഗതമായി കോൺഗ്രസ് മാത്രം ചിന്തിച്ചും ഓർമ്മിച്ച് നടന്ന ഒരു വീട്ടിൽ സാറ് മറ്റൊരു ഇതിലേക്ക് ഒരു ചിന്ത മാറ്റി പിടിച്ചപ്പോൾ കുടുംബാംഗങ്ങൾ എങ്ങനെ എന്ത് പറയുന്നു? അവരാരും എൻ്റെ രാഷ്ട്രീയത്തിൽ ഇടപെടാറില്ല. പക്ഷെ കൂടെ എന്നോടൊപ്പം വടയും പിടിച്ചവരുണ്ടാവും. അപ്പോൾ ഞാനെടുത്തത് ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് മാറുകയല്ല. ഞാനെടുത്തത് മറ്റൊരു തീരുമാനമാണ്. കാരണം 10-50 വർഷക്കാലത്തെ ഡൽഹി രാഷ്ട്രീയത്തിൽ ഒത്തിരി ആളുകളെ ബന്ധമുള്ള ഒരാൾ. അങ്ങനെയുള്ള എൻ്റെ അനുഭവ സമ്പത്ത് കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഇപ്പോൾ ഞാനത് പറഞ്ഞ CAയിൽ വന്നത് എങ്ങനെയാണ്? ഞാനിവിടെ MP ആകുമ്പോൾ വെഡിങ് ലൈൻ എൻ്റെ എയർപോർട്ടുള്ളത്.
അവിടെ ഫ്ലൈറ്റ് ഇറക്കാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ പുതിയൊരു എയർപോർട്ട് ഉണ്ടാകണം. അങ്ങനെയാണ് മാധവറാവ് സിന്ധ്യയുടെ യോഗത്തിൽ അന്നത്തെ ജില്ലാ കളക്ടർ കുര്യൻ വരുന്നത്. ലീഡറുടെ ഒരു സ്വപ്നമായിരുന്നു, വലിയ സ്വപ്നത്തിൽ അതിനെ തുടർന്നാണ് ലീഡർ ഏറ്റെടുക്കുന്നത്. എത്രയോ പ്രാവശ്യം ഞങ്ങൾ നെടുമ്പാശ്ശേരി പോയി ആ പഞ്ചായത്ത് കണ്ടു, അതിനോട് കൂടെ നിന്നു. വിദേശ രാജ്യത്ത് പണം പിരിക്കുന്നതിനും ഇതിന് സ്വാധീനം ഉണ്ടാക്കുന്നതിനും TNJക്കും കുര്യൻ കൂടി ഞങ്ങൾ ഒന്നിച്ചു പോകുന്നു. അപ്പോൾ അതിനൊക്കെ പങ്കാളിത്തം വഹിക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം വരുന്നു, ദൈവത്തോടെ തന്നെ അതിൽ AC ജോസിനോടും ഇമ്പാടിയോടൊപ്പം ഞാനും കൂടി ഇവിടെ കണ്ടല്ലേ പറഞ്ഞത്. ഏത് പ്രോജക്റ്റും വൈപ്പിൻ എറണാകുളം പാലങ്ങൾ എന്നും ഓർക്കുന്നുണ്ട്. ഞാൻ 91 മത്സരിക്കുമ്പോൾ എനിക്കെതിരായിട്ട് വാഴപ്പിണ്ടി പാലം പണിത് സമരം നടത്തിയതാണ്. ആ വാഴപ്പിണ്ടി പാലസ്ഥാനത്ത് പാലം വന്നില്ലേ, എന്തോരു ആരോപണം ഉണ്ടായത്. കരുണാകരന് വേണ്ടി മാഷ് അവിടെ മുഴുവൻ സ്ഥലം വാങ്ങിച്ചിട്ടിരിക്കുകയാണ്. അത് അവിടെ മാത്രം നെടുമ്പാശ്ശേരി ഉൾപ്പെടെ വൈപ്പിനുൾപ്പെടെ. പക്ഷെ പിന്നീട് 1 സെന്റ് ഭൂമി പോലും എനിക്കവിടെ ഇല്ല എന്നുള്ളതാണ്. എന്തായാലും മാഷെ നല്ലൊരു ദിവസം ചാനൽ 91 വേണ്ടി മാഷെ നീക്കി വെച്ചതിൽ ഞങ്ങൾ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. മാഷിൻ്റെ സേവനം നമ്മുടെ നാടിന് ആവശ്യമാണ്. മാഷ് ഇരുന്ന സമയത്ത് ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഒരിക്കലും കേരളത്തിൻ്റെ ചരിത്രത്തിന് മറക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല എന്നുള്ള യാഥാർത്ഥ്യം. അതുകൊണ്ട് മാഷ് ഇനിയും തുടർന്നും ഇന്നും അത് തന്നെ പറഞ്ഞത്, ഒരിടത്ത് ഒരു ചെറിയ അവഗണന വന്നപ്പോൾ അതിൻ്റെ 10 ഇരട്ടി ആർജവത്തോടു കൂടി മറ്റൊരിടത്ത് ഇങ്ങോട്ട് കയറി ഇരുന്നോ എന്ന് പറയുന്നുവെങ്കിൽ, പ്രത്യേകിച്ച് CPM പോലെയുള്ള ഒരു പാർട്ടി, അത് മാഷിൻ്റെ വ്യക്തിത്വമാണ്, മാഷിൻ്റെ കഴിവിൻ്റെ അംഗീകാരമാണ്. ഇനിയും കൂടുതൽ തലങ്ങളിലേക്ക് നമ്മുടെ സമൂഹത്തിന് നന്മ ചെയ്യാൻ വേണ്ടി അങ്ങേക്ക് ആയുസ്സും ആരോഗ്യവും ഈശ്വരൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി.